السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് കാന കുറിച്ച് പറഞ്ഞു അല്ലേ. അത് ജുംലത്തുൽ ഫിഅലിയയുടെ ഒരു തുടക്കം എന്നുള്ള പോലെ നമ്മൾ കാന എന്നുള്ള വാക്ക്, കാന എന്ന ഫിഅൽ ഡിസ്കസ് ചെയ്തു. അപ്പം നമുക്കറിയാം ജുംലത്തുൽ ഇസ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസസ് ആണ് ഫിഅലിയ, ഫിഅലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ്. അത്തരത്തിലൊരു ഫിഅലാണ് കാന. കാന എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ആയിരുന്നു എന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് കാന. കാനക്ക് മുളാരി ഫോം ഉണ്ട് കേട്ടോ, നമ്മൾ അതിലേക്ക് ഇപ്പോൾ പോകണില്ല എന്തായാലും. അപ്പം ഹുവ സഗീറുൻ, അവൻ ചെറുതാണ് എന്ന് പറയുമ്പോൾ ഹുവനെ കാന കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ചെറുതായിരുന്നു എന്ന് വരും. അതായത് അറബിയിലുള്ള ഒരു ഫിഅൽ യൂസ് ചെയ്യുമ്പം ആ ഫിഅലിൽ ആരാണ്, അതായത് സബ്ജക്റ്റ് എന്താണെന്ന് ഉണ്ടാവും, അതിന്റെ ടെൻസ് എന്താണെന്ന് ഉണ്ടാവും. ഏതൊരു ഫിഅൽ ആയിട്ടുള്ള വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിൽ സബ്ജക്റ്റും ഉണ്ടാവും ടെൻസും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഏതൊരു ഫിഅലിനെയും രണ്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഒരു തണ്ടും ഒരു ബ്രാഞ്ചും അല്ലെ. ഈ സ്റ്റെമ്മും പിന്നെ ഒരു ബ്രാഞ്ചും. ഈ ബ്രാഞ്ചാണ് എന്താണ്, അതിന്റെ ആരാണ് അത് ചെയ്തത് എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ ഇപ്പം കാനയുടെ കേസിലുള്ള 2 സ്റ്റെമ്മുകൾ കാനും കുന്നുമാണ്. ഇനി അതിന് ഇതേപോലെ എക്സ്ട്രാ ഹർക്കത്തോ വാക്കുകളോ ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ആരാണ് ഈ കാൻ ആയിരുന്നു എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതായത് കാൻ എന്നുള്ള സ്റ്റെമ്മിന് കാന ഫത്ഹ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് എന്തായി, അവൻ ചെയ്തു എന്നായി അല്ലേ. അപ്പം ആരാണ് ചെയ്തത്, അതാണോ പെണ്ണോ, എത്ര പേരാ ചെയ്തത് എന്നൊക്കെ ഈ പ്രൊനൗൺ സഫിക്സ്, അതായത് ആ ഫെയിലിന്റെ സ്റ്റെമ്മിനോട് ചേർക്കുന്ന സഫിക്സ് കൊണ്ടാണ് തീരുമാനിക്കുന്നത്. അതുപോലെ കാനോട് അത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാനത്ത് ആയി കഴിഞ്ഞാൽ അത് അവൾ ഒരു സ്ത്രീ ചെയ്തു എന്നുള്ളതാവും അല്ലെ, ഫെമിനിൻ സിംഗുലർ എന്നാവും. പിന്നെ നമ്മൾ കാനക്കും കാനത്തിനും ഉദാഹരണങ്ങൾ കണ്ടിരുന്നു. പിന്നെ കാന എന്ന് പറയുമ്പോൾ തന്നെ അവൻ അല്ലെങ്കിൽ അവൾ വന്നു, അപ്പൊ അതിന്റെ കൂടെ ഹുവ അല്ലെങ്കിൽ ഹിയ ആഡ് ചെയ്യുമ്പോൾ എന്താണ് അതിനുള്ള വ്യത്യാസം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ മെയിനായിട്ട് കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലും വേർബ് അല്ലെ, ജുംലത്തുൽ ഫിഅലിൽ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസസിൽ ഫിഅലിന്റെ തൊട്ട് ഫിഅൽ കഴിഞ്ഞ ഉടനെ ഇസ്മ വരുന്ന കേസിൽ ഇതിനകത്ത് ഇസ്മ പ്ലൂറൽ ആണെങ്കിലും ഫിഅൽ എന്തായിരിക്കും, ഓൾവേസ് സിംഗുലർ ആയിരിക്കും. അതിനുള്ള ഉദാഹരണങ്ങളും നമ്മൾ കണ്ടു, എക്സാമ്പിൾസ് ഒക്കെ എഴുതി. പിന്നെ കാനയുടെ സബ്ജക്റ്റ് എപ്പോഴും മർഫു ആയിരിക്കും എന്നും കണ്ടു അല്ലെ. കാന അരിജാലു, കാനത്ത് അന്നിസാഉ, എപ്പോഴും കാനയുടെ സബ്ജക്ട്സ് മർഫു ആയിരിക്കും. കാരണം നമുക്കറിയാം ഇന്നയുടെ സബ്ജക്റ്റ് എന്താണ്, മൻസൂബാണ് അല്ലെ. ഇന്ന മുഹമ്മദൻ, ഇന്ന റിജാല എന്നാണ് വരിക. ഇനി ഇന്ന് നമുക്ക് കാനയുടെ ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തേർഡ് പേഴ്സൺ, അതായത് അവനും അവളും ആണ് അല്ലെ, അവൻ അവൾ അതാണ് കണ്ടത്. ഇനി ഞാനും നീയും ആ ഫോമാറ്റ് നോക്കാം. കാനയുടെ ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും സിംഗുലർ ഫോംസ്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇംഗ്ലീഷ് ഗ്രാമറിൽ ഈ ഒരു വാക്ക് മുമ്പ് കേട്ട് പരിചയമില്ലാത്തവർക്ക് ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്, ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഐ, ഞാൻ, വി, ഞങ്ങൾ. സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ യു ആണ്. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ മലയാളത്തിൽ നീയും നിങ്ങളും വരും, അതേപോലെ അറബിയിലും നീയും നിങ്ങളും വരും. യുവിന്റെ സിംഗുലറും പ്ലൂറലും. ഇംഗ്ലീഷിൽ എന്തായാലും രണ്ടും യു ആയതുകൊണ്ട് ഒറ്റ വാക്കേ പറയാനുള്ളൂ. അപ്പം അതാണ് ഫസ്റ്റ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത്. തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്, ഇത് ഇംഗ്ലീഷ് ഗ്രാമറിൽ ഇത് കേട്ട് പരിചയമില്ലാത്തവർക്ക് അല്ലെങ്കിൽ ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടി മാത്രം എഴുതാണ്. തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഹി, അവൻ, ഷീ, അവൾ, ഇറ്റ്, അത്, ദേ, അവർ. ഇതുപോലെ ദോസും വേണമെങ്കിൽ പറയാം, അവ എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇതില് ഹീയും ഷീയും ഇറ്റും സിംഗുലർ ആണ്.
ദേ ആണെങ്കിൽ ജീവനില്ലാത്ത സാധനങ്ങളാണെങ്കിൽ നമ്മൾ ദോസ് എന്ന് പറയുകയാണെങ്കിൽ ഇത് പ്ലൂറലാണ്. ഓക്കെ, ഇവിടെ ഐ സിംഗുലർ, ഞാൻ സിംഗുലർ, വി പ്ലൂറൽ. അപ്പം ഇതാണ് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇതുവരെ കണ്ടത് ഇതിനകത്തുള്ള ഈ ഒരു പാർട്ട് മാത്രമാണ്, അതായത് തേർഡ് പേഴ്സൺ സിംഗുലർ മാത്രമാണ്. ഇനി നമ്മൾ കാണാൻ പോണത് ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ സിംഗുലർ. ഓക്കെ, ക്യാനയുടെ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ സിംഗുലർ, അതായത് ഐയും യു സിംഗുലറും ഞാനും നീയും. ഇവിടെ ഞാനും നീയും എന്നുള്ള വാക്കിന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സ്റ്റെമ്മ് നമ്മൾ പറഞ്ഞിരുന്നു. ക്യാനയ്ക്ക് 2 സ്റ്റെമ്മുകളാണുള്ളത് അല്ലേ? ക്യാൻ 2 തണ്ടുകളാണുള്ളത്, ക്യാനും കുന്നും. നമ്മൾ നേരത്തെ യൂസ് ചെയ്തത് ഏതാണ്? ക്യാൻ അല്ലേ? എന്തൊക്കെയാണ് ക്യാനിൽ വന്നത്? ക്യാന അവൻ ചെയ്തു, ക്യാനത്ത് അല്ല സോറി അവനായിരുന്നു, ക്യാനത്ത് അവൾ ആയിരുന്നു. ഇവിടെ നമ്മൾ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സണിന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന സ്റ്റെം എന്ന് പറയുന്നത് കുൻ ആണ്. കുൻ കുൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ എഴുതാന്ന് വെച്ചാൽ കുൻതു. കുൻതു എന്ന് പറയുമ്പം ഐ വാസ്, ഞാൻ ആയിരുന്നു. ഓക്കെ, കുൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കുന്നിന്റെ കൂടെ തു ആഡ് ചെയ്യുമ്പോൾ കുൻതു, ഞാൻ ആയിരുന്നു. ഇനി അടുത്തത് കുൻ ഉപയോഗിച്ചിട്ട് കുൻത. കുൻത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യു വാസ് എന്ന് പറയില്ല ഇംഗ്ലീഷിൽ, യു വേർ എന്നാണ് പറയാം. സിംഗുലർ ആണെങ്കിൽ പോലും യു വേർന്നേ പറയുള്ളൂ. ഓക്കെ, നീ ആയിരുന്നു, ഇത് സിംഗുലർ ആണെന്നുള്ളത് പ്രത്യേകം ഓർക്കണം കേട്ടോ, കാരണം നമ്മളിവിടെ ഇപ്പോൾ സിംഗുലറേ പറയുന്നുള്ളൂ. കുൻത നീ ആയിരുന്നു മെയില്, മാസ്കുലിൻ പുല്ലിംഗം. ഒരു പുരുഷനോട് നീ ആയിരുന്നു എന്ന് പറയുമ്പോൾ കുൻത എന്ന് വരും. ഇനി അതൊരു സ്ത്രീ ആണെങ്കിൽ കുൻതി. യു വേർ ഫെമിനിൻ. ഓക്കെ, ഇത് രണ്ടും എന്താണ്? സിംഗുലർ ഫോമാറ്റുകളാണ്, ഏകവചനമാണ്. നീ ഒരു സ്ത്രീ, നീ ഒരു പുരുഷൻ. ഓക്കെ, മലയാളത്തിലും കൂടെ എഴുതാം. ഓക്കെ, അപ്പൊ 3 കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. കുൻതു, കുൻത, കുൻതി. കുൻതു നീ ഒരു അല്ല, കുൻതു ഞാൻ ആയിരുന്നു, കുൻത നീ ആയിരുന്നു അല്ലെങ്കിൽ നീ ഒരു പുരുഷൻ, കുൻതി എന്താണ്? നീ ഒരു സ്ത്രീ. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. അപ്പം അന ഫിൽ ബൈത്തി. അന ഫിൽ ബൈത്തി എന്താണ്? അന ഫിൽ ബൈത്തി എന്ന് പറഞ്ഞാൽ ഐ ആം ഇൻ ദ ഹൗസ്, ഞാൻ ആ വീട്ടിലാണ് അല്ലേ? അത് നമ്മൾ ക്യാന ഉപയോഗിച്ച് എഴുതുമ്പോൾ എങ്ങനെയാ എഴുതുക? കുൻതു ഫിൽ ബൈത്തി എന്താണ്? ഐ വാസ് ഇൻ ദ ഹൗസ്, ഞാൻ വീട്ടിൽ ആയിരുന്നു. അപ്പം ഐ അല്ലെങ്കിൽ ഞാൻ ആയിരുന്നു എന്നുള്ള രീതിയിൽ എഴുതണമെങ്കിൽ ഖാനയുടെ ഏത് ഫോമാറ്റ് ഉപയോഗിക്കുക? കുൻതു. കുൻതു. ഇനി നമുക്ക് കുൻതയുടെ എക്സാമ്പിൾ നോക്കാം. അൻത ഫിൽ
മദ്രസത്തി. അൻത ഫിൽ മദ്രസത്തി. എന്താണ് അതിന്റെ മീനിങ്? നീ അല്ലേ, നീ ഒരു പുരുഷൻ. യു മെയിലാണ്. വേർ, സോറി യു വേർ, യു ആർ ഇൻ ദ സ്കൂൾ അല്ലേ, നീ സ്കൂളിലാണ്. യു ആർ ഇൻ, നീ ആ സ്കൂളിലാണ്. ഇനി അതിന് നമ്മൾ ക്യാൻ ഉപയോഗിച്ച് എഴുതുമ്പോൾ അൻത കുന്ത, അൻത വേണമെന്നില്ല കേട്ടോ, അൻത ഇല്ലാതെ എഴുതേ. അൻത കുന്ത ഫിൽ മദ്രസത്തി. കുന്ത ഫിൽ മദ്രസത്തി എന്നും എഴുതാം, അൻത കുന്ത ഫിൽ മദ്രസത്തി എന്നും എഴുതാം. ഓക്കെ, അപ്പം ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം, ഇനി വേണമെങ്കിൽ എടുക്കുകയും ചെയ്യാം, കുഴപ്പമില്ല. കുന്ത ഫിൽ മദ്രസത്തി മീനിങ് എന്താ? യു പുല്ലിംഗ ഏകവചനാണ്. വേർ ഇൻ ദ സ്കൂൾ, സെയിം സാധനം തന്നെ. കാന ഉപയോഗിച്ച് കുന്ത ആക്കിയപ്പോൾ യു വേർ ഇൻ ദ സ്കൂൾ. ഇതിൽ അൻത ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ യുക്ക് എന്താക്കും? സ്ട്രെസ് കൊടുക്കും അല്ലെ. യു വേർ, നീ സ്കൂളിലായിരുന്നു പറയുമ്പോൾ നീക്കൊരു സ്ട്രെസ് കൊടുത്തു. അൻത ഇല്ലെങ്കിൽ യു വേർ ഇൻ ദ സ്കൂൾ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അൻതി വെച്ചിട്ടുള്ള എക്സാമ്പിൾ നോക്കാം. അൻതി ഫിൽ മക്തബി. അൻതി ഫിൽ മക്തബി. യു സ്ത്രീലിംഗാണ്. ആർ ഇൻ ദി ഓഫീസ്. നീ ഒരു സ്ത്രീ അല്ലേ, എവിടെയായിരുന്നു? ഓഫീസിൽ ആയിരുന്നു, ആ ഓഫീസിൽ ആയിരുന്നു. ഇതിനെ നമ്മൾ കുന്തി ഉപയോഗിച്ച് എഴുതുമ്പോൾ, അല്ലെങ്കിൽ നീ എന്നുള്ളത് കാനയുടെ ഫോർമാറ്റ് ആക്കി എഴുതുമ്പോൾ അൻതി കുന്തി ഫിൽ മക്തബി. അഗൈൻ ഈ അന്തിനെ വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഒഴിവാക്കാം, ജസ്റ്റ് കുന്തി എഴുതി കഴിഞ്ഞാലും ഓക്കെയാണ്, ഇനി അന്തി എഴുതിയാലും ഓക്കെയാണ്. യു വേർ ഇൻ ദി ഓഫീസ്. മീനിങ് യു വേർ ഇൻ ദി ഓഫീസ്. പിന്നെ നമുക്കറിയാം അന്തി എഴുതി കഴിഞ്ഞാൽ നീ എന്നുള്ളതിന് എന്താവും? ഒരു സ്ട്രെസ് വരും, ഡബിൾ ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അല്ലെങ്കിൽ നീ ഓഫീസിലായിരുന്നു. അന്തി കുന്തി എന്ന് പറയുമ്പോൾ നീ ഓഫീസിലായിരുന്നു. ഓക്കെ, നീക്ക് അവിടെ സ്ട്രെസ് കൊടുക്കും. ഇനി ഇതേപോലെ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് എഴുതുമ്പോഴും സെയിം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതുന്നുള്ളൂ. കുന്ത ഫിൽ മദ്രസത്തി. നീ മദ്രസിലായിരുന്നു. ക്വസ്റ്റ്യൻ വാക്ക് എഴുതുമ്പം എങ്ങനെ വരും? ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് എഴുതാ. ഹൽ കുന്ത ഫിൽ മദ്രസത്തി. ഹൽ കുന്ത ഫിൽ മദ്രസത്തി. നീ ആ സ്കൂളിലായിരുന്നു. നമ്മൾ ഫസ്റ്റ് വളരെ മുമ്പ് ക്വസ്റ്റ്യൻ വേർഡ്സ് പഠിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു. വെറുതെ കുന്ത ഫിൽ മദ്രസത്തി എന്ന് പറഞ്ഞിട്ട് കുന്ത ഫിൽ മദ്രസത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോൺ മാറ്റി കഴിഞ്ഞാലും അത് ക്വസ്റ്റ്യൻ ആവും. ഓക്കെ, കുന്ത ഫിൽ മദ്രസത്തി എന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റ്മെന്റ് ആണ്. കുന്ത ഫിൽ മദ്രസത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോൺ മാറ്റി കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ ആവും. അറബിയിൽ, അത് സംസാര ഭാഷയിൽ. നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചും എഴുതാം. ഹൽ കുന്ത, അതിന് കുന്തയുടെ അല്ലെങ്കിൽ കാനയുടെ മുന്നേ ആണ് ക്വസ്റ്റ്യൻ വേർഡ് വരിക. നമ്മൾ അയിന കാന ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി ഇതിനൊരു ഉദാഹരണം നോക്കാം. സൂറത്ത് യൂസുഫില് 29-ാമത്തെ ആയത്തില്
യൂസുഫ് അലൈഹി ഇസ്ലാമിനെ പ്രലോഭിപ്പിക്കുന്ന ആ സ്ത്രീയെ കുറിച്ച് പറയുന്നിടത്ത് ലാസ്റ്റ് പറയുന്നുണ്ടോ, ഇന്നക്കി കുന്തി മിനൽ ഖാത്തിഈൻ, ഇന്നക്കി നിശ്ചയമായും നീ, കുന്തി അല്ലേ ആയിരുന്നു, മിനൽ ഖാത്തിഈൻ ആരുടെ കൂടെ, വഴിപിഴച്ചവരുടെ കൂട്ടത്തിൽ. ഓക്കെ, തെറ്റ് ചെയ്ത, ഖാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ചെയ്യുക, എന്താണ്, തെറ്റ് ചെയ്ത ആളാണ്. ഹാത്തി, അപ്പം നീ ഹാത്തിങ്ങളുടെ കൂട്ടത്തിലാണ്. ഇന്നക്കി കുന്തി, അവൾ സ്ത്രീലിംഗം ആയതുകൊണ്ട് ഇന്നക്കി കുന്തി. അവിടെ കി എന്ന് പറയുന്നത് ഓൾറെഡി എന്താണ്, ഹിയയുടെ പ്ലേസ് എടുത്ത് എന്നിട്ട് കുന്തി എന്ന് പറയാണ്. ഒന്നും കൂടെ ഒരു ഡബിൾ സ്ട്രെസ് കൊടുക്കുകയാണ്. ഇതുപോലുള്ള ഉദാഹരണങ്ങൾ ഖുറാനിൽ നിങ്ങൾ ഓതുമ്പോൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ കാണാൻ പറ്റും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് എഴുതാം ഇൻഷാ അല്ലാഹ്. ഞാൻ ആദ്യം ട്രാൻസ്ലേഷൻ എഴുതാം, എന്നിട്ട് സെന്റൻസസ് നിങ്ങൾ എഴുതാൻ നോക്കുക കേട്ടോ. വേർ യു ഇൻ ദിസ് ഇന്ത്യൻ സ്റ്റുഡൻസ് ക്ലാസ്? വേർ യു ഇൻ ദിസ് ഇന്ത്യൻ സ്റ്റുഡൻസ് ക്ലാസ്? നീ, നീ എന്ന് പറയുമ്പോൾ നമുക്കത് പുല്ലിംഗാക്കി എടുക്കാം. നീ ഈ ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ ക്ലാസ്സിൽ ആയിരുന്നോ? നീ ഈ ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ ക്ലാസ്സിൽ ആയിരുന്നോ? വിദ്യാർത്ഥി രണ്ടും ഞാൻ മെയിലായിട്ടാണ് എടുത്തിരിക്കുന്നത്, നീയും വിദ്യാർത്ഥിയും. ഓക്കെ, എഴുതിക്കോളൂ, ഇങ്ങോട്ട് നോക്കണ്ട, ഞാനും എഴുതാം. ഓക്കെ, എഴുതിയോ? ഇവിടെ ക്വസ്റ്റ്യൻ ആണല്ലേ, വേർ യു എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പം ഹൽ, യു പുല്ലിംഗ ഏകവചനം, കുന്ത, ഇൻ പി, ദിസ് ഇന്ത്യൻ സ്റ്റുഡൻസ് ക്ലാസ്. ഓക്കെ, അപ്പം ഇന്ത്യൻ സ്റ്റുഡൻസ് ക്ലാസ് ആണ് അല്ലേ. അപ്പം ക്ലാസ് ഫസ്റ്റ്, ഫസ്ലു തോലിബി ആണ് ദ സ്റ്റുഡൻസ് ക്ലാസ് എന്ന് പറയുമ്പോൾ അതിൽ ഫസ്ലു തോലിബി എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ ദിസ് ഉണ്ട് അല്ലേ, എന്താണ്, ദിസ് സ്റ്റുഡൻ്റ് ഉണ്ട്. അപ്പം ഇലാഫ കൺസ്ട്രക്ഷനിൽ മുദാഫ് ഇലേഹി, ഇവിടെ മുദാഫ് ഇലേഹിക്കാണ് ദിസ് വന്നത്, അതുകൊണ്ട് തന്നെ എന്താണ്, നടുവിലാണ് വരേണ്ടത്. താലിബ് പുല്ലിംഗ് ആയതുകൊണ്ട് ഹാദ ദിസ്. അപ്പം ഫസ്ലി ഹാദ താലിബി. ഇനി താലിബിനൊരു വിശേഷണം ഉണ്ട്, എന്താണ്, ഹിന്ദി അല്ലെ, ഇന്ത്യൻ. അപ്പം ഇന്ത്യൻ എഴുതുമ്പോൾ ഹിന്ദിയാണ്, അല്ലുണ്ട്, മജ്റൂർ ഉണ്ട്, പ്ലസ് പുല്ലിംഗ ഏകവചനമാണ്. അപ്പം അൽ ഹിന്ദി. ഹൽ കുന്ത ഫി ഫസ്ലി ഹാദ ത്വാലിബിൽ ഹിന്ദി. ഓക്കെ, അടുത്തത്, നോ ഐ വാസ് ഇൻ ഹിസ് ബ്രദേഴ്സ് ക്ലാസ്. അല്ല, ഞാൻ അവന്റെ സഹോദരന്റെ ക്ലാസ്സിലായിരുന്നു. ഐ വാസ് ഇൻ ഹിസ് ബ്രദേഴ്സ് ക്ലാസ്. ഞാൻ അവന്റെ സഹോദരന്റെ ക്ലാസ്സിലായിരുന്നു. നോ, എഴുതിക്കോട്ടോ, ഞാനും ഇവിടെ എഴുതാം. നോ, ല, ഐ വാസ്
കുന്തു അല്ലെ, ഐ വാസ് കുന്തു ഇൻ ഫി ഹിസ് ബ്രദേഴ്സ് ക്ലാസ്. അപ്പോൾ ക്ലാസ് ബ്രദർ ഹിസ് അല്ലെ. ഫസ്ലു അഹി, അഹിൻ ആണ് ബ്രദേഴ്സ് ക്ലാസ്. ഹിസ് ഉള്ളത് കൊണ്ട് ഫസ്ലു അഹീഹി, ഫി വന്നത് കൊണ്ട് ഫസ്ലി അഹീഹി. ഈ മുലാഫ കൺസ്ട്രക്ഷൻ എപ്പോഴും അല്ല ഇലാഫ കൺസ്ട്രക്ഷൻ എപ്പോഴും നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാൻ നോക്കുക. അപ്പോൾ കറക്റ്റ് ആയിട്ട് വരും. മൊത്തത്തിൽ എഴുതാൻ നോക്കി കഴിയുമ്പോൾ കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പം ബ്രദേഴ്സ് ക്ലാസ് ആദ്യം അത് എഴുതുക, എന്നിട്ട് ഹിസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന പോലെ എഴുതുക. പിന്നെ എപ്പോഴും ഇദാഫയിൽ സെക്കൻഡ് വേർഡ്, അതായത് മുലാഫ് ഇലേഹി മജ്റൂർ ആയിരിക്കും. ഫസ്റ്റ് വേർഡ് മജ്റൂറോ മൻസൂബോ മർഫൂവോ ആവാം. അതിന്റെ മുന്നേ ഉള്ള വാക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ കാര്യവും ഓർക്കുക. ഓക്കെ, ഫി ഫസ്ലി അഖീഹി. ഇനി അടുത്തത്, ഐ വാസ് ഇൻ ദി അമേരിക്കൻ സ്കൂൾ നിയർ ദ യൂണിവേഴ്സിറ്റി. ഐ വാസ് ഇൻ ദി അമേരിക്കൻ സ്കൂൾ near the യൂണിവേഴ്സിറ്റി. ഞാൻ ആ യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള അമേരിക്കൻ സ്കൂളിൽ ആയിരുന്നു. യൂണിവേഴ്സിറ്റി ജാമ്യ ഓർമ്മയില്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള അമേരിക്കൻ സ്കൂളിൽ ആയിരുന്നു. എഴുതിക്കോളാം. ഒരു മിനിറ്റ്, ഇവിടെ ഒരു കാര്യം പഠിപ്പിക്കാത്തത് വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം. ഐ വാസ് ഇൻ ദ അമേരിക്കൻ സ്കൂൾ വരെ മതി. ഐ വാസ് ഇൻ ദ അമേരിക്കൻ സ്കൂൾ. അപ്പം ഐ വാസ് ഇൻ ദ അമേരിക്കൻ സ്കൂൾ എന്ന് എഴുതുമ്പം കുന്തു ഫിൽ മദ്രസത്തിൽ അംരിക്കിയത്തി. കുന്തു ഫിൽ മദ്രസത്തിൽ അംരിക്കിയത്തി. ഓക്കെ, ആക്ച്വലി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വേർഡും എനിക്ക് മിസ്സായിട്ടുണ്ട് എഴുതിയപ്പം. വേർ യു, നീ എവിടെയായിരുന്നു. വേർ യു, ഇതിനു മുമ്പ് ഈ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യനുള്ള ആൻസർ ആയിട്ടാണ് ഇത് വരുന്നത്. വേർ യു എന്ന് എങ്ങനെ എഴുതാ? ഐന കുന്ത അല്ലെങ്കിൽ കുന്തി എന്ന് എഴുതാം അല്ലെ. പുല്ലിംഗ ആണിനോടാണ് ചോദിക്കുന്നതെങ്കിൽ കുന്ത എന്ന് എഴുതാം, പെണ്ണിനോടാണ് ചോദിക്കുന്നതെങ്കിൽ കുന്തി എന്ന് എഴുതാം. രണ്ടാണെങ്കിലും ആൻസർ ചെയ്യുമ്പോൾ ഐ എന്ന് വരുമ്പോൾ കുന്തു തന്നെയാണ്, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വേർ യു ഇൻ ദ ഓഫീസ് ഓഫ് ദി ന്യൂ കമ്പനീസ് ഡയറക്ടർ. വേർ യു in the office of the new company director. നീ ആ പുതിയ കമ്പനി ഡയറക്ടറുടെ
ഓഫീസിൽ ആയിരുന്നു. നീ ആ പുതിയ കമ്പനി ഡയറക്ടറുടെ ആ ഓഫീസിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇങ്ങനെ എഴുതാം, എഴുതിക്കോട്ടോ. ആയിരുന്നു, വേർ ആയിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഹൽ യു കുന്ത, കുന്ത അല്ലെങ്കിൽ കുന്തി, ആണാണോ പെണ്ണാണോ എന്നുള്ളതിനനുസരിച്ച്. ഇൻ ഫി. പിന്നെ ചോദിച്ചത് ഓഫീസ് ഓഫ് ദ ന്യൂ കമ്പനി ഡയറക്ടർ. ഓഫീസ് മക്തബ് അല്ലേ. കമ്പനി ഡയറക്ടർ എന്താ, ഡയറക്ടർ ഓഫ് ദി കമ്പനിയാണ് അത്. മുദീറു ഷെരിക്ക. അപ്പം മക്തബു മുദീറി ഷെരിക്കയാണ് അത്. മക്തബു മുദീരി ഷെരിക്കയുടെ മുമ്പിൽ ഫീ വരുമ്പോൾ മക്തബി മുദീരി ഷെരിക്ക എന്നായി. ഇതില് ന്യൂ കമ്പനി ഡയറക്ടർ ഉണ്ട് അല്ലെ. ഇത് ഒന്നെങ്കിൽ എന്താവാം, കമ്പനിയുടെ ഡയറക്ടർ പുതിയതാവാം, അല്ലെങ്കിൽ കമ്പനി പുതിയതാവാം. രണ്ട് രീതിയിലും എഴുതാം. ഇപ്പൊ ന്യൂ കമ്പനീസ് ഡയറക്ടർ എന്ന് എഴുതി അങ്ങനെ എഴുതിയിരുന്നെങ്കിലും കമ്പനി ഡയറക്ടർ ആവും, അല്ലെങ്കിൽ എന്താവാം, ഡയറക്ടർ പുതിയതാവാം. അപ്പം കമ്പനിയാണ് പുതിയതെങ്കിൽ ജദീദത്തി എന്ന് വരും. ഡയറക്ടറാണ് പുതിയതെങ്കിൽ ഇവിടെ മുദീർ ഉപയോഗിച്ചത് കൊണ്ട് ജദീദി എന്ന് വരും. മുദീറത്തായിരുന്നെങ്കിൽ എന്താണ്, ജദീദ തന്നെ ഉപയോഗിക്കായിരുന്നു. ഓക്കെ, അപ്പം ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാം. ഇവിടെ കമ്പനിയാണ് പുതിയതെങ്കിൽ ജദീദത്ത്, ഡയറക്ടറാണ് പുതിയതെങ്കിൽ ജദീദ്. ആ ഒരു വ്യത്യാസം എഴുതുമ്പോൾ മനസ്സിലാക്കുക. അപ്പൊ ശരിക്കും നമ്മൾ സെന്റൻസിൽ എന്താണ് ഉദ്ദേശിച്ചത്? ഇവിടെ ഇപ്പൊ ന്യൂ കമ്പനി ഡയറക്ടർ എന്ന് പറയുമ്പോൾ കമ്പനിയോ ആവാം പുതിയത്, ഡയറക്ടറോ ആവാം പുതിയത്, അല്ലെങ്കിൽ കമ്പനീസ് ന്യൂ ഡയറക്ടർ എന്ന് പറയണമായിരുന്നു. അതോ അല്ലെങ്കിൽ ന്യൂ കമ്പനീസ് ഡയറക്ടർ എന്ന് പറയണമായിരുന്നു. ഡിപ്പെൻഡിങ് ആ ഒരു കാര്യത്തിനനുസരിച്ച്. ഇവിടെ ഇപ്പൊ ന്യൂ കമ്പനി ഡയറക്ടർ എന്ന് പറഞ്ഞത് കൊണ്ട് രണ്ട് രീതിയിലും എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി അതിന്റെ ആൻസർ നോ ഐ വാസ് ഇൻ ആൻ എംപ്ലോയി ഓഫീസ്. അല്ല, ഞാനൊരു തൊഴിലാളിയുടെ ഓഫീസിലായിരുന്നു. നോ ഐ വാസ് ഇൻ ആൻ എംപ്ലോയീസ്. ഞാനൊരു തൊഴിലാളിയുടെ ഓഫീസിൽ ആയിരുന്നു. ഐ വാസ് ഇൻ എംപ്ലോയീസ് ഓഫീസ്. നോ ഐ വാസ് ഇൻ ആൻ എംപ്ലോയീസ് ഓഫീസ്. ഞാനൊരു തൊഴിലാളിയുടെ ഓഫീസിലായിരുന്നു. എങ്ങനെ എഴുതാന്ന് വെച്ചാൽ എഴുതിക്കോ. നോ, ലാ, ഐ വാസ്, കുന്തു, സോറി ഞാനാണ്, അപ്പൊ കുന്തു, ഇൻ, ഫി, ആൻ എംപ്ലോയീസ് ഓഫീസ്. ആൻ ആണ്, അപ്പം മക്തബു മുഅല്ലഫിൻ ആണ് വരേണ്ടത്. ഫി വന്നതുകൊണ്ട് മക്തബി മുഅല്ലഫിൻ. ഓക്കെ, അൽ വരൂല. അപ്പം അത്രയാണ് അതിന്റെ എക്സാമ്പിൾസ്. ഇനി ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയൊരു ടോപ്പിക്കിലേക്ക് പോവാം. ക്യാനയുടെ പ്രെഡിക്കേറ്റ്. ഓക്കെ, ഖബർ പാർട്ട്. നമ്മൾ കാനഡ ഖബർ പാർട്ട് ഇപ്പോഴും ഇതുവരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ നോക്കിയത് ഒരു ടൈപ്പ് ഖബർ മാത്രമാണ്. പ്രെഡിക്കേറ്റ് ഓഫ് കാന. കാനഡ ഖബർ. ഇതുവരെ നമ്മൾ നോക്കിയ എല്ലാ ഖബറുകളും എന്താണ്, പ്രപ്പോസിഷണൽ ഫ്രേസ് ആയിരുന്നു അല്ലെ.
അതായത് ഒരു ഹർഫ് ജർ വരുന്ന രീതിയിലാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. എല്ലാത്തിലും ഫി അല്ലെങ്കിൽ മിൻ ഒക്കെ വരുന്ന പോലെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇനി ക്യാനയുടെ പ്രെഡിക്കേറ്റ് ഡയറക്റ്റ് ഒരു ഇസ്മ, അതായത് ജസ്റ്റ് ഒരു നൗണ് അല്ലെങ്കിൽ ഒരു വിശേഷണം, ഒരു സ്വിഫ വരുന്ന രീതിയിലാണ് വരുന്നത് നോക്കാം. ഇപ്പം ഒരു എക്സാമ്പിള്, ക്യാന ഇല്ലാത്തൊരു എക്സാമ്പിൾ എഴുതാം. ഖാലിദുൻ മുദീറുൻ. ഇവിടെ നമുക്ക് ഇത് ഖാലിദ് സബ്ജക്റ്റും മുദീർ പ്രെഡിക്കേറ്റുമാണ് അല്ലെ. ഖാലിദ് മുബ്തദവും മുദീർ ഖബറുമാണ്. ഖാലിദ് എന്ന് പറയുന്നത് മുബ്തദാണ്, മുദീർ എന്ന് പറയുന്നത് ഖബറാണ്. ഇതിനെ നമ്മൾ ഇന്ന ഉപയോഗിച്ച് എഴുതുമ്പോൾ നമുക്കറിയാം ഇന്നയുടെ ഇസ്മ അല്ലെ, ഇന്നയുടെ മുബ്തദ പാട്ട് എന്താവും? ഇന്ന ഖാലിദൻ എന്നാവും അല്ലെ. ആ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന ഖാലിദൻ മുദീർ. ഇന്ന എഴുതുമ്പോൾ ഇന്നയുടെ ഇസ്മ ആണ് എന്താവാ? മൻസൂബായിട്ട് മാറാം. ഇനി ഇത് ക്യാന ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നതെങ്കിൽ ഇതെന്താവെന്ന് വെച്ചാല് ക്യാന ഖാലിദുൻ മുദീറൻ. ഇന്നയുടെ സബ്ജക്റ്റ് മൻസൂബാവുമ്പം ക്യാനയുടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് ആണ്, ഖബറാണ് എന്താവുന്നത്? മൻസൂബാവുന്നത്. ഇന്നയ്ക്ക് മുബ്തദ ആണ് മൻസൂബാവുന്നതെങ്കിൽ ക്യാനയ്ക്ക് ഖബറാണ് മൻസൂബാവുക. ഓക്കെ, നമ്മൾ ഇതുവരെ എഴുതിയ ഖബറുകളൊക്കെ പ്രൊപ്പോസിഷണൽ ഫ്രേസ് ആയിരുന്നു. ഫി, മിൻ, അല ഒക്കെ ഉള്ള സെന്റൻസസ് ആയിരുന്നു. പക്ഷേ ഖബർ ജസ്റ്റ് ഒരു ഇസ്മ അല്ലെങ്കിൽ ഒരു വിശേഷണം, ഒരു സിഫ ഒക്കെ ആയിട്ട്, ഒരു നൗൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ക്യാനയുടെ ഖബർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? മൻസൂബ് ആയിരിക്കും. അതൊരു റൂളായിട്ട് പഠിച്ചു വെക്കുക. ക്യാന ഖാലിദുൻ മുദീറൻ. മീനിങ് ഖാലിദ് വാസ് എ ഡയറക്ടർ. ഖാലിദ് ഒരു ഡയറക്ടർ ആയിരുന്നു. ഇന്ന ഖാലിദൻ മുദീർ എന്ന് പറഞ്ഞാല് നിശ്ചയമായും ഖാലിദ് ഡയറക്ടറാണ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിള് നോക്കാം. സൂറത്തു നിസായില് അതിന്റെ ലാസ്റ്റ് പാട്ട് നോക്കിക്കേ. വകാന അല്ലാഹു, അല്ലാഹു ആയിരുന്നു, അലാ ദാലിക ഖദീറൻ, അതിന്റെ മേലെ ഖദീർ, കഴിവുള്ളവൻ അല്ലെ. ഖദീർ ആയിരുന്നു. അപ്പം അള്ളാഹു എന്ന് പറയുന്നത് ഈ ഒരു സെന്റൻസിൽ മുബ്തദാണ്, സബ്ജക്റ്റ് ആണ് അല്ലെ. ഖബറായിട്ട് വരുന്ന പാട്ട് എന്താണ്? ഖദീറൻ. അള്ളാഹു അതിന്റെ മേല് എന്താണ്? കഴിവുള്ളവനാകുന്നു. അപ്പൊ ഖാനയുടെ ഖബർ എന്തായിരിക്കും? മൻസൂബായിരിക്കും. അത് ഓർത്തു വെക്കുക. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇതിന് കുറച്ച് എക്സാമ്പിൾസും കൂടെ എഴുതിയിട്ട് ഇന്നത്തെ ക്ലാസ് ക്ലോസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഖാലിദ് വാസ് എ സ്റ്റുഡന്റ് ഇൻ ദിസ് സ്കൂൾ. ഖാലിദ് വാസ് എ സ്റ്റുഡന്റ് ഇൻ ദ സ്കൂൾ. ഖാലിദ് ഈ സ്കൂളിലെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. എങ്ങനെ എഴുതാ? ഖാന ഖാലിദൻ, സോറി, ഖാലിദുൻ طالبا. ഓക്കെ, في هذه المدرسة, في هذه المدرسة. അപ്പം ഇവിടെ ഇത് ഖബറാണ്,
മൻസൂബാണ്. ഓക്കെ, ഖബറാണ്, മൻസൂബാണ്. ക്യാനയുടെ ഖബറാണിത്. ഇനി വേറെ എക്സാമ്പിൾ നോക്കാം. ഐ വാസ് എ ടീച്ചർ ഇൻ ജർമ്മനി. ഐ വാസ് എ ടീച്ചർ ഇൻ ജർമ്മനി. ഇവിടെ സബ്ജക്റ്റ് ഐ ആണ് അല്ലേ. അപ്പൊ കുൻതു, ഐ വാസ് എന്ന് പറഞ്ഞാൽ കുൻതു. ടീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ പ്രെഡിക്കേറ്റ് പാർട്ടാണ്, അല്ലെങ്കിൽ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്ന പാർട്ടാണ്. അപ്പം മുദരിസൻ അല്ലെങ്കിൽ മുദരിസത്തൻ. കുൻതു മുദരിസത്തൻ ഫി അൽമാനിയ. ഓക്കെ, ഫി അൽമാനിയ. കുൻതു മുദരിസത്തൻ ഫി അൽമാനിയ. ഇനി നെക്സ്റ്റ്, വേർ യു സിറ്റിംഗ് ഇൻ ദ ഓഫീസ്. നീ ഓഫീസിൽ ഇരിക്കുകയായിരുന്നോ? വേർ യു, ഈ യു എന്ന് പറയുന്നത് ഫീമെയിൽ സിംഗുലർ ആയിട്ട് എടുക്കാം. സിറ്റിംഗ് ഇൻ ദി ഓഫീസ്, നീ ഓഫീസിൽ ഇരിക്കുകയായിരുന്നോ? എങ്ങനെ എഴുതും? വേർ ഹൽ അല്ലേ. ഹൽ കുൻതി, നീ മലയാളത്തിൽ പറയുമ്പോൾ നീ ഓഫീസിൽ ഇരിക്കുന്നവളായിരുന്നു അല്ലേ. ആ ഒരു വാക്ക് ഇസ്മു ഫായിൽ ഓർമ്മയുണ്ടല്ലോ അല്ലേ. ജാലിസത്തൻ, ജാലിസത്തൻ. ഓക്കെ, നീ എന്ന് പറയുന്നത് ഇവിടെ സബ്ജക്റ്റ് ആണ്, ഇരിക്കുന്നവൾ എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ് ആണ്, ഖബറാണ്. അപ്പം ഹൽ കുൻതി ജാലിസത്തൻ ഫിൽ മക്തബി. നീ ഓഫീസിൽ ഇരിക്കുന്നവൾ ആയിരുന്നോ? ഇനി വാസ് ഹി കമ്മിങ് ഫ്രം ഖത്തർ. അവൻ ഖത്തറിൽ നിന്ന് വരികയായിരുന്നോ? വാസ് ഹി കമ്മിങ് ഫ്രം ഖത്തർ. അവൻ ഖത്തറിൽ നിന്ന് വരികയായിരുന്നോ? വരുന്നതിന് എന്താ പറയാ? ഖാദിമുൻ അല്ലേ. അപ്പൊ അതെങ്ങനെ എഴുതും? ഹൽ, ഹി ആണ്. അപ്പൊ കാന ഖാദിമൻ മിൻ ഖത്തറ. എനിക്ക് തോന്നുന്നു നിങ്ങൾ മുമ്പ് എഴുതിയിട്ടില്ലാത്ത വാക്കാണ് ഖത്തർ. മിൻ ഖത്തറ, ഹൽ കാന ഖാദിമൻ മിൻ ഖത്തറ. അവൻ ഖത്തറിൽ നിന്ന് വരുന്നവനായിരുന്നു. ദി യൂണിവേഴ്സിറ്റി വാസ് ബിഗ്. ദ യൂണിവേഴ്സിറ്റി വാസ് ബിഗ്. ആ യൂണിവേഴ്സിറ്റി വലുതായിരുന്നു. എങ്ങനെ എഴുതും? യൂണിവേഴ്സിറ്റി ജാമിയ സ്ത്രീലിംഗാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ക്യാനത്തിൽ ജാമിഅത്തു കബീറത്തൻ. ക്യാനത്തിൽ ജാമിഅത്തു കബീറത്തൻ അല്ലെ. ഇവിടെ കബീറ എന്ന് പറയുന്നത് നമുക്കൊരു സിഫയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഖബർ പാട്ടാണ്, അതുകൊണ്ട് തന്നെ അത് മൻസൂബായി. ഓക്കെ, ഇനി യുവർ കൺട്രി വാസ് ബ്യൂട്ടിഫുൾ. നിന്റെ രാജ്യം ഭംഗിയുള്ളതായിരുന്നു. യുവർ കൺട്രി വാസ് ബ്യൂട്ടിഫുൾ. നിന്റെ രാജ്യം ഭംഗിയുള്ളത് ആയിരുന്നു. കൺട്രി ബലദുൻ പഠിച്ചത് ഓർമ്മയുണ്ടോ? ക്യാന
ബലദുക്ക നിന്റെ കൺട്രി. ജമീലൻ. ജമീലൻ നിന്റെ രാജ്യം എന്ന് പറയുന്നതാണ് ഇവിടെ സബ്ജക്റ്റ്. ജമീലൻ ഭംഗിയുള്ളതായിരുന്നു. ഇനി അടുത്തത് ഷീ വാസ് എ ഡയറക്ടർ ഇൻ ദാറ്റ് കമ്പനി. അവൾ ആ കമ്പനിയിൽ ഒരു ഡയറക്ടർ ആയിരുന്നു. ഷീ വാസ് എ ഡയറക്ടർ ഇൻ ദാറ്റ് company. She was a director in that company. She എന്ന് പറയുമ്പോൾ കാനത്ത്. ഷീ വാസ് അത് അത്രയും വന്നു. എ ഡയറക്ടർ. മുദീറത്തൻ. ഷീ വാസ് എ ഡയറക്ടർ ഫി ഇൻ ദാറ്റ് കമ്പനി. തിൽക ശരിക്കത്തി. കുന്തു കാനത്ത്. ഷീ വാസ് മുദീറത്തൻ. ഖബർ പാട്ടാണ്. എ ഡയറക്ടർ ആയതുകൊണ്ട് മുദീറത്തൻ വന്നത് കേട്ടോ. ദ ഡയറക്ടർ ആണെങ്കിൽ അൽ മുദീറ എന്ന് വന്നേനെ. ഓക്കെ. ഇനി അടുത്തത് മിനിറ്റ്. The employee was new. The employee was new. كان الموظف جديدا. The employee was new. كان الموظف جديدا. ഇനി കാനത്തിൽ മുവദ്ദഫത്തു ജദീദത്തൻ എന്നും എഴുതാം സ്ത്രീലിംഗം ആണെങ്കിൽ. കാനത്തിൽ മുവദ്ദഫത്തു ജദീദത്തൻ എന്നും എഴുതാം. അപ്പം ഇത്രയും എക്സാമ്പിൾസ് ഇൻഷാല്ലാ ഇന്ന് ഇവിടെ വെച്ച് നിർത്തും. നാളെ കണ്ടിന്യൂ ചെയ്യാം ഇൻഷാല്ലാ. الحمد لله. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبه ومن دعوة لا يستجاب لها وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.